നമുക്കൊരു വാക്യം വായിക്കാം. കുറിവാക്യമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 18-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ലൂക്കോസ് 18-ന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് നമ്മുടെ ഇന്നത്തെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. Luke chapter 18 verse 8. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. കഴിഞ്ഞ തവണ ഞാൻ ദൈവജനത്തിൽ നിന്ന് ഈ പ്രയർ ലൈനിൽ സംസാരിച്ചപ്പോൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിച്ചത് പ്രാർത്ഥനയെ പറ്റിയാണ്. പ്രത്യേകിച്ചും ലൂക്കോസിന്റെ എഴുത്തുകളിൽ അപ്പോസ്തല പ്രവൃത്തിയും ഈ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് യേശു കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി നമ്മളൊന്ന് ധ്യാനിക്കുവാൻ കഴിഞ്ഞ തവണ സമയം എടുത്തിരുന്നു. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലം, ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വായിക്കുമ്പോൾ പല സന്ദർഭങ്ങൾ താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആവർത്തിച്ച് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നാനത്തിന്റെ സമയത്ത് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ, മരണത്തിനോടടുക്കുമ്പോൾ ഗെരസമന തോട്ടത്തിൽ എന്നിങ്ങനെ പല സന്ദർഭങ്ങളിൽ യേശു പ്രാർത്ഥിക്കുന്നത് നമുക്ക് വായിക്കാൻ, ധ്യാനിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മൾ അവിടെ നിന്ന് ചിന്തിച്ച പ്രധാന കാര്യം, ഇഫ് ദ പെർഫെക്റ്റ് സൺ ഓഫ് ഗോഡ് ഹാഡ് ടു പ്രേ, പരിപൂർണനായ ദൈവത്തിന്റെ പുത്രൻ പ്രാർത്ഥിച്ചുവെങ്കിൽ അത് നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് എന്തോരം വെല്ലുവിളിയാണ്. ഇറ്റ് ഈസ് ചലഞ്ചിങ് അസ് to become serious and become more disciplined in our prayer life. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എത്രത്തോളം ഗൗരവത്തോടെ, എത്രത്തോളം സീരിയസ് ആയി പ്രാർത്ഥനയെ നമ്മൾ കാണണമെന്ന് നമ്മൾ കഴിഞ്ഞ തവണ ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷം ഞാൻ സംസാരിച്ചത്, ഈ എഴുത്തുകളിൽ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു ബന്ധത്തെ നമ്മൾ ലൂക്കോസിന്റെ എഴുത്തുകളിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പ്രേയർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ഈ രണ്ട് തീമുകൾ ബന്ധിപ്പിച്ച് ലൂക്കോസ് തന്റെ എഴുത്തുകളിൽ പറഞ്ഞിരിക്കും നമ്മൾ ചിന്തിച്ചു. യേശു കർത്താവ് സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ മറ്റു സുവിശേഷങ്ങളിൽ എഴുതാത്തൊരു പ്രയോഗം ലൂക്കോസ് എടുത്തു പറയാണ്, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന ആത്മാവ് ഇറങ്ങി. അപ്പം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കഴിഞ്ഞ 11-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമൊക്കെ നമ്മൾ ധ്യാനിച്ചതാണ്. പരിശുദ്ധാത്മാവിനെ എത്രയധികം നല്ല ദാനങ്ങളെ നൽകുന്നുവെന്ന് മത്തായി പറയുമ്പോൾ ലൂക്കോസ് തന്റെ എഴുത്തിൽ എടുത്തു പറയുകയാണ്, ഏറ്റവും നല്ല ദാനം, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ശിഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവിനെയാണെന്ന് നമ്മൾ ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാനിടയായി. ഇന്ന് ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്, ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് prayer and the Lord's return. പ്രാർത്ഥനയും കർത്താവിന്റെ മടങ്ങി വരവും എന്നുള്ളൊരു വിഷയമാണ് ഞാൻ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ പ്രധാനമായി ധ്യാനിക്കാൻ എടുക്കുന്ന ഭാഗം ലൂക്കോസ് 17-ന്റെ 20 മുതൽ 18-ന്റെ 8-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളാണ്. എല്ലാ വാക്യങ്ങളും വായിക്കാൻ ഒരു പക്ഷെങ്കിൽ നമുക്ക് സമയമുണ്ടാകത്തില്ല. പക്ഷെ നമുക്കറിയുന്ന ഭാഗങ്ങളാണ്. ആ ആശയം ഞാൻ ദൈവമക്കളോട് പറഞ്ഞ് എൻ്റെ സമയത്തിൽ വിരമിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് 18-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. 18-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥനയെ പറ്റി ഒരു ഉപമ പഠിപ്പിക്കുന്നതാണ് 18-ന്റെ 2 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണും. നമുക്ക് ആദ്യം ആ പാരബിൾ ഒന്ന് നോക്കാം. 2 മുതൽ 5 വരെയുള്ള വാക്യം ഒന്ന് വായിക്കണമേ. 18-ന്റെ 2 മുതൽ 5 വരെ. Luke chapter 18 verse 2 to 5. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലെങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ഈ ഉപമയിൽ, ഈ കഥയിൽ 2 പ്രധാന ക്യാരക്ടേഴ്സ്. ഒന്ന്, ആ പട്ടണത്തിലെ ന്യായാധിപൻ. ആ ന്യായാധിപന്റെ സ്വഭാവത്തെ പറ്റി അവിടെ പറഞ്ഞിരിക്കുക, ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയുമില്ല. ദൈവഭയമില്ല,
മനുഷ്യൻ തന്നെ പറ്റി എന്ത് പറയുമെന്നതിനെ പറ്റി ഒരു ചിന്തയില്ല. ഹി ഡസൻ കെയർ അബൌട്ട് വാട്ട് പീപ്പിൾ സേസ് അബൌട്ട് ഇറ്റ്. പക്ഷെങ്കിൽ താന് ആ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും റെസ്പോൺസിബിൾ ആയ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ന്യായാധിപനാണ്. ന്യായാധിപൻ ഇപ്രകാരം സ്വഭാവമാണെങ്കിൽ ന്യായം ലഭിക്കുന്നത് അസാധ്യമാണ്. ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയുമില്ലെങ്കിൽ ആ പട്ടണത്തിൽ ന്യായം ലഭിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആ പട്ടണത്തിൽ നീതിക്ക് വേണ്ടി ഈ ന്യായാധിപന്റെ അടുത്ത് അപേക്ഷയുമായിട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് ആ ഉപമയിൽ പറയുന്നത്. അവിടെ പറയുന്നത് ഒരു വിധവ. വിധവ ഈ ന്യായാധിപന്റെ അടുത്ത് ചെന്ന് തന്നെ രക്ഷിക്കണം, തനിക്ക് നീതി നടപ്പാക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ വിധവയെ പറ്റി പറയുമ്പോൾ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലും പഴയ നിയമ പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. വിധവ എന്ന് പറയുമ്പോൾ മറ്റാരും സഹായിപ്പാനില്ല, സംരക്ഷിപ്പാൻ ആരുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നിയമപുസ്തകം നമ്മൾ വായിച്ചാൽ അനാഥർ, വിധവമാർക്ക് വേണ്ടി അവരുടെ നീതി ന്യായത്തെ പറ്റിയൊക്കെ പ്രത്യേകം ദൈവം കൺസേൺഡ് ആയിരുന്നു. ദൈവം അവർക്ക് പ്രത്യേകമായി പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ജനത്തെ പഠിപ്പിച്ചിരുന്നു. ആശ്രയിപ്പാൻ ഭർത്താവില്ല, സഹായിപ്പാൻ മറ്റാരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ വിധവ എന്ന് പറയുന്നത്. ഈ വിധവയാണ് ഈ ദുഷ്ടനായ അനീതിയുള്ള ന്യായാധിപന്റെ അടുത്ത് ചെന്ന് നീതിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഷി ഹാസ് നോ പവർ. തന്റെ കയ്യിൽ അധികാരമില്ല. ഈ ദുഷ്ടനായ അൺജസ്റ്റ് ആയിട്ടുള്ള ഈ ന്യായാധിപനെ സ്വാധീനിക്കാൻ കൊടുക്കാൻ പണമോ സ്വാധീനമോ ഒന്നുമില്ല. ആവർത്തിച്ച് പോകുക എന്നുള്ളത് മാത്രമാണ് ഈ വിധവയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. ഓൺലി പെർസിസ്റ്റൻസ്. ഒരു തവണ പോയി നടന്നില്ല, മടുത്തില്ല, വീണ്ടും പോവുകയാണ്. എന്നിട്ടും മറുപടിയില്ല, വീണ്ടും ചെല്ലുകയാണ്. ഇങ്ങനെ ആവർത്തിച്ച് പോകുന്നത് മാത്രമാണ് ഈ വിധവയുടെ മുമ്പിലുള്ള ഏക വഴി. ദ വിഡോ ഈസ് കംപ്ലീറ്റ്ലി അറ്റ് ദ മേഴ്സി ഓഫ് ദ ജഡ്ജ്. ഈ ന്യായാധിപന്റെ മുമ്പിൽ ആവർത്തിച്ച് ചെല്ലുകയാണ്. അപ്പൊ നമ്മൾ വായിച്ച ഉപമയിൽ യേശു കർത്താവ് പറയുന്നത്, ഇങ്ങനെ ആവർത്തിച്ച് ചെന്നപ്പോ അവസാനം ഈ ന്യായാധിപൻ പറയുകയാണ്, എനിക്ക് മനുഷ്യനെ ശങ്കയില്ല, ദൈവത്തെ ഭയവുമില്ല. പക്ഷെങ്കിൽ ഈ വിധവ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് കൊണ്ട്, എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ ഇവളുടെ കാര്യം ഞാൻ തീരുമാനമാക്കുകയാണ്. ഇവളേക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാൻ പോവുകയാണ്. ഈ ഉപമ പറയുന്നതിൽ നിന്ന് യേശു എന്തുവാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? യേശു പ്രാർത്ഥനയെ പറ്റി ഒരു പാഠം ജനത്തെ, ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. എന്തുവാണ് യേശു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാഠം? അത് തുടർന്നുള്ള വാക്യങ്ങൾ 6-7 വാക്യങ്ങളൊന്ന് നോക്കിക്കേ. 6-7 വാക്യങ്ങൾ. ലൂക്ക് 18 വേഴ്സ് 6-7. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. യേശു ഈ ഉപമ പറയുന്നത് പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കാൻ. ഈ ഉപമയെ പറ്റി പറയുമ്പോൾ ഇതിന് സമാനമായ ഒരു ഉപമയാണ് ലൂക്ക് ചാപ്റ്റർ 11-ലുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചതാണ്. ദൈവമക്കളുടെ ഓർമ്മയിൽ അത് കാണുമെന്ന് ഞാൻ ചിന്തിക്കാം. ലൂക്ക് 11-ലുള്ള ഉപമ സ്നേഹിതരുടെ, എ പാരബിൾ ഓഫ് ഫ്രണ്ട്സ്. ഒരു സ്നേഹിതന്റെ അടുത്ത് അർദ്ധരാത്രിയിൽ മറ്റൊരു സ്നേഹിതൻ വരികയാണ്. പക്ഷെ ഈ സ്നേഹിതന് കൊടുക്കാൻ അപ്പം വീട്ടിലില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്നേഹിതൻ ആ പട്ടണത്തിൽ മറ്റൊരു സ്നേഹിതന്റെ അടുത്ത് രാത്രി ചെന്ന് അപ്പം വായ്പ ചോദിക്കുക. രാത്രി ആയതുകൊണ്ട് പറഞ്ഞ്, എനിക്ക് തരാൻ പറ്റത്തില്ല, ഞങ്ങൾ കിടന്നു, മക്കള് കൂടെ ഉണ്ട്, എഴുന്നേറ്റ് തന്നാൽ ഭവനം മുഴുവനും എഴുന്നേക്കും, അസാധ്യമെന്ന് പറയാം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത്, ലജ്ജ കൂടാതെ മുട്ടിയത് നിമിത്തം എഴുന്നേറ്റ് ആവശ്യമനുസരിച്ച് കൊടുത്തു. ഇവിടെ ഒരു തവണ പോയി ന്യായം ലഭിച്ചില്ല, പക്ഷേ ആവർത്തിച്ച് പോയി ആ അനീതിയുള്ള ന്യായാധിപനെ അസഹ്യപ്പെടുത്തുന്നത് പോലെ ചെല്ലുന്നത് കൊണ്ട് ഒടുവിൽ സഹികെട്ട് ഈ ന്യായാധിപൻ ആ വിധവയ്ക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി അവളെ രക്ഷിക്കുന്നത് കാണാം. ഈ രണ്ട് പാരബിൾ നമ്മൾ പഠിക്കുമ്പോൾ
സാധാരണ ഉപമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ, സാധാരണ ഉപമകൾ പലതും ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. നേരിട്ട് ഒരു കഥ പറഞ്ഞിട്ട് ദൈവം ഇങ്ങനെയാണ്, ദൈവരാജ്യത്തിൽ ഇങ്ങനെയാണ്, ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. പക്ഷെ ഇവിടെ സത്യത്തിൽ ഇതൊരു കോൺട്രാസ്റ്റ് ആണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 11-ാമത്തെ അധ്യായത്തിലെ ആ ഉപമ നമ്മൾ കഴിഞ്ഞ വട്ടം ചിന്തിച്ചത്, ഒരു സ്നേഹിതൻ ഉറങ്ങുകയാണ്, പക്ഷെ രാത്രിയിൽ ആവർത്തിച്ച് മുട്ടിയത് കൊണ്ട് എടുത്തു കൊടുത്തു. അപ്പൊ അവിടുത്തെ പാഠം, ഗോഡ് ഈസ് നോട്ട് എ സ്ലീപ്പി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ഉറങ്ങുന്നില്ല. ഉറങ്ങിക്കൊണ്ടിരുന്ന സ്നേഹിതൻ അർദ്ധരാത്രിയിൽ ആവർത്തിച്ച് മുട്ടിയത് കൊണ്ട് എടുത്തു കൊടുത്തെങ്കിൽ, ഉറങ്ങാത്ത മയങ്ങാത്ത നമ്മളുടെ ദൈവം ആ സ്നേഹിതനേക്കാളും എത്ര അധികം ചെയ്യുമെന്നുള്ള ആ ഓപ്പോസിറ്റ് സെൻസിലാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ഈ കഥ വായിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് അപ്ലിക്കേഷൻ യേശു നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗോഡ് ഈസ് നോട്ട് ലൈക്ക് ദിസ് അൺജസ്റ്റ് ജഡ്ജ്. ഇത് അനീതിയുള്ള ഒരു ന്യായാധിപന്റെ അടുത്താണ് വിധവ പോകുന്നത്. അനീതിയുള്ള ന്യായാധിപൻ ഒടുവിൽ സഹികെട്ട് കൊടുത്തെങ്കിൽ നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നേ? അനീതിയുള്ള ദൈവത്തോടല്ല, നീതിമാനായ സ്നേഹസമ്പന്നനായ ഒരു ദൈവത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അനീതിയുള്ള ന്യായാധിപൻ ഈ വിധവയുടെ അപേക്ഷയ്ക്കൊടുവിൽ പരിഹാരം വരുത്തിയെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന നീതിമാനായ സ്നേഹസമ്പന്നനായ ദൈവം നമുക്ക് വേണ്ടി എത്ര അധികം, ഹൗ മച്ച് മോർ ഗോഡ് കെയർസ് ഫോർ us. അവിടെ തീരുന്നില്ല. ഈ ഉപമയെ നമ്മൾ കാണുന്നത്, അപേക്ഷയുമായിട്ട് പോകുന്നത് വിധവയാണ് ചെന്ന് അപേക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ, വി ആർ നോട്ട് ലൈക്ക് ദ വിഡോ. നമ്മളെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവമോ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന നമ്മൾ ആരാണ്? വി ആർ ദി എലക്ട് ഓഫ് ഗോഡ്. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ വിധവയ്ക്ക് ഈ ന്യായാധിപനുമായിട്ടൊരു ബന്ധമില്ല. there is no relationship between the judge and the widow. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ പിതാവായ ദൈവത്തോടാണ്. നമ്മൾ ന്യായം ചോദിക്കുന്നത് അനീതിയുള്ള മനുഷ്യനോടല്ല, നീതിമാനായ ദൈവം, ആ ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ഒരു ബോധ്യം. ഇവിടുത്തെ ലെസൺ, ഈ അനീതിയുള്ള ന്യായാധിപന്റെ അടുത്ത് ചോദിച്ച് അവസാനം ചോദിച്ചതുപോലെ ആ മനുഷ്യൻ ചെയ്തു. അതുകൊണ്ട് the lesson is not to pester God. ദൈവത്തെ അസഹ്യപ്പെടുത്താനല്ല അതിന്റെ അർത്ഥം, മറിച്ച് ദൈവം നമ്മളുടെ പിതാവാകൊണ്ട്, നമ്മൾ അവൻ തെരഞ്ഞെടുത്ത മക്കളാകൊണ്ട് സ്നേഹിക്കുന്ന ദൈവം ഈ അനീതിയുള്ള മനുഷ്യനേക്കാളും എത്രയധികം തങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ കൺസേൺഡ് ആയിരിക്കുമെന്നാണ് ഇവിടെ നമ്മൾ മടുത്തു പോകാതിരിക്കാൻ വേണ്ടി യേശു പറഞ്ഞൊരു ഉപമ. അവർ ഗോഡ് ഈസ് എ പ്രേയർ ആൻസറിങ് ഗോഡ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഇനി ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഈ ഉപമയും ഈ വിഷയത്തെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിക്കണം, ഇവിടെ പ്രാർത്ഥനയും കർത്താവിന്റെ വരവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ ഈ ടെക്സ്റ്റിൽ കാണുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഭാഗം. ഹൗ ഇസ് ദിസ് ടെക്സ്റ്റ് കണക്റ്റഡ് ടു ദി കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? 11-ാമത്തെ അധ്യായത്തിൽ യേശു പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കുകയാണ്, ഇവിടെയും പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കുകയാണ്. പക്ഷെ ഈ 18-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കുന്നത് കർത്താവിന്റെ വരവുമായി ഒരു ബന്ധം ഇതിനുണ്ട്. ഞാൻ അതൊന്ന് പറയാം, ശ്രദ്ധിക്കാം. 18-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ മടുത്തുപോകാതെ പ്രാർത്ഥിപ്പാൻ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. പക്ഷെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ 1-ാം വാക്യം തുടങ്ങുന്നത് then Jesus told them a parable. then എന്നുള്ള ഒരു വാക്കുണ്ട്.
അതിനുശേഷം ദെൻ എന്ന് പറയുമ്പോൾ അതിനുശേഷം ദെൻ ജീസസ് ടോൾഡ് എ പാരബിൾ. അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം 18 അധ്യായം 1 മുതൽ താഴേക്ക് പറഞ്ഞു വരുന്ന കാര്യം, പ്രാർത്ഥനയെ പറ്റി പറയുന്ന ഈ ഉപമയും ഈ പാഠവും ഇതിന്റെ മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധമുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ടെക്സ്റ്റ് ബിഫോർ ഇറ്റ്. അതുകൊണ്ടാണ് 18:1 ദെൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ 18 മുമ്പ് 17 ഏതു വിഷയത്തെ പറ്റിയാണ് യേശു പഠിപ്പിച്ചു കൊണ്ടിരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു പരിഭാഷ ഇവിടെ ഇട്ടിരിക്കുന്നത് നൗ ഹി വാസ് ടെല്ലിംഗ് ദം എ പാരബിൾ. നൗ, ഇപ്പോൾ, അതിനുശേഷം. അപ്പൊ മുമ്പ് പറഞ്ഞിരിക്കുന്നതുമായിട്ട് ഇതിന് കണക്റ്റഡ് ആണ്. ഇത് പറയുമ്പോൾ തന്നെ പറയട്ടെ, ലൂക്കോസ് എഴുതുമ്പോൾ 17, 18, 19 എന്ന് പറഞ്ഞ അധ്യായങ്ങൾ തിരിച്ചല്ല എഴുതിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇത് കണക്റ്റഡ് ആയിട്ട് ലൂക്കോസ് എഴുതിയതാണ് എന്നതുകൂടെ നമ്മുടെ മനസ്സിലിരിക്കണം. അപ്പോൾ എന്തുവാണ് ഇതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം? 17 അധ്യായത്തിന്റെ 20 വാക്യം ഒന്ന് നോക്കിക്കേ. 17 അധ്യായത്തിന്റെ 20 വാക്യം. ലൂക്ക് 17:20. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണം അല്ല വരുന്നത്. അപ്പം 17:20 മുതൽ നമ്മൾ പഠിച്ചു വന്നാൽ യേശുവിനോട് ഒരു ചോദ്യം, ദൈവരാജ്യം എപ്പോൾ വരും? അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി യേശു 17:20 മുതൽ താഴേക്ക് ഇങ്ങനെ പറഞ്ഞു വരിക. ആ പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കണം. യേശു പറയുന്നത് മനുഷ്യപുത്രന്റെ വരവിനെ പറ്റി പറഞ്ഞു. വരുമ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്ന് പറയുന്നു. നോയയുടെ കാലം പോലെ ആയിരിക്കും, ലോത്തിന്റെ കാലം പോലെ ആയിരിക്കും, പെട്ടെന്ന് ന്യായവിധി ഉണ്ടാകും. മനുഷ്യർ ഒരുങ്ങാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മനുഷ്യപുത്രന്റെ വരവുണ്ടാകും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 18 അധ്യായത്തിൽ ഉടനെ പറയാണ് then he said them a parable. അപ്പൊ ഇതുവരെ പറഞ്ഞു വന്നത് എന്തിനെ പറ്റിയാണ്? മനുഷ്യപുത്രന്റെ വരവിനെ പറ്റി, ദൈവരാജ്യത്തിന്റെ പ്രത്യക്ഷതയെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ ഒരുക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുന്ന, കൈവിടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടരെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. അവിടെയാണ് ഞാൻ പറയുന്നത് prayer and the coming of our Lord is closely connected. രണ്ടാമത്തെ ബന്ധം കർത്താവിന്റെ വരവുമായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ വായിച്ച ആ കുറിവാക്യത്തിലാണ്. യേശു കർത്താവ് ഈ ഉപമ പറഞ്ഞു. ഉപമയിൽ നിന്ന് ലെസണും പറഞ്ഞു. ദൈവം പ്രതിക്രിയ നടത്തി വേഗത്തിൽ തന്റെ വൃതന്മാരെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് 8 വാക്യം ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചാട്ടോ. അവിടെ നമുക്കത് കാണാൻ പറ്റും. 8 വാക്യം 18. ലൂക്ക് 18:8. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ശ്രദ്ധിക്കണേ, പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിട്ട് ഉടനെ യേശു എന്തിനെ പറ്റിയാ കണക്ട് ചെയ്യുന്നത്? കർത്താവിന്റെ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് യേശു തന്നെ പറ്റി പറയുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതൊരു വളരെ ഈ പുസ്തകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വിശ്വാസികളെ കണ്ടെത്തുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെല്ലാം വിശ്വാസം. വിശ്വാസികളിൽ വിശ്വാസം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. നോട്ട് ക്രൗഡ്. വലിയ ക്രൗഡ് ഉണ്ടോ, വലിയ മിനിസ്ട്രീസ് ഉണ്ടോ, ആക്ടിവിറ്റീസ് ഉണ്ടോ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ വൺ ക്വസ്റ്റ്യൻ, ആ ചോദ്യം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ, ഇറ്റ് മസ്റ്റ് റിംഗ് ഇൻ our ears repeatedly, will he find faith? ഇന്ന് നമ്മള് ഓരോ ശുശ്രൂഷയുടെയും സക്സസ് അളക്കുന്നത് ആള് കൂടുന്നതിലും, അല്ലെങ്കിൽ ആ ഒരാളുടെ ഇൻഫ്ലുവൻസോ അവരുടെ ഫെയിമും അവരുടെ സാമ്പത്തികമോ, ഓൾ ദിസ് തിങ്സ്, അതൊക്കെയാണ് നമ്മൾ ഒരാളുടെ സക്സസ് അളക്കുന്നത്. പക്ഷെ യേശു ചോദിക്കുന്നത് when he comes will he find faith? വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, പ്രാർത്ഥനയുടെ ആ 18 അധ്യായത്തിലെ ആ പാഠം യേശു കർത്താവിന്റെ വരവുമായിട്ട്, ദൈവരാജ്യത്തിന്റെ വരവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ദൈവരാജ്യത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ദൈവരാജ്യം എപ്പോൾ വരും? അപ്പോൾ യേശു പറഞ്ഞു,
ദ കിങ്ഡം ഈസ് എമംഗ് യു. 21-ാമത്തെ വാക്യം അല്ലോ നോക്കാം. 21-ാമത്തെ വാക്യം 17-21. ലൂക്ക് 17:21. ഇതാ ആ. അവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അത് പറയുമ്പോ ഈ ദൈവരാജ്യത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്ന ഈ പ്രെയർ ലൈനിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾക്ക് അതിനെപ്പറ്റി അറിയാം. എങ്കിലും ഞാൻ ഒരു വാക്കിൽ പറയാണ്, ദൈവരാജ്യത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ 2 നിലയിൽ ഇതിനെ മനസ്സിലാക്കണം. അതിന് ഈ പഠിക്കുന്നവർ, സ്കോളേഴ്സ് ഒക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ഓൾറെഡി നോട്ടഡ്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരിക്കുക വാക്ക്. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. യേശു കർത്താവിന്റെ 1-ാമത്തെ വരവിൽ ദൈവരാജ്യം ആരംഭിച്ചു. ജീസസ് ഇനോഗ്രേറ്റഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. യേശു കർത്താവ് സ്ഥാപിച്ച ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. വിശ്വാസത്താൽ നമ്മൾ വീണ്ടും ജനനത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ഈ ദൈവരാജ്യത്തിന് ഭാവിയിൽ ഒരു പൂർണ്ണതയുണ്ട്. ദർ ഈസ് എ ഫർദർ കൺസുമേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ്. അതാണ് ഇവിടെ പറയുന്നത്, വരാനിരിക്കുന്ന ദൈവരാജ്യം. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അറ്റ് ദ സെയിം ടൈം ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് ടു കം. 2 നിലയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. ഈ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ അപ്പോഴാണ് പൂർണ്ണതയിൽ ദൈവരാജ്യം ഭൂവിൽ സ്ഥാപിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഇവിടെ ഈ 18-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭ എന്താ ചെയ്യണ്ടേ? ഹൗ ഷുഡ് ദ ചർച്ച് വെയിറ്റ് ഫോർ ഹിസ് കമ്മിങ്? കർത്താവിന്റെ വരവിന് വേണ്ടി സഭ എപ്രകാരം കാത്തിരിക്കണം? സഭ പ്രാർത്ഥനയിൽ ജാഗരിക്കണം. ദാറ്റ് ഈസ് ദി ആൻസർ. ഇന്നിപ്പോ ഞാനിത് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ രാജ്യങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ പലയിടത്ത് അസമാധാനം, വിവിധ പ്രതിസന്ധികൾ, നാളെയെ പറ്റിയുള്ള ആദികൾ നമ്മുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ നമ്മളിൽ, നമ്മുടെ മക്കളിൽ പലർ ഈ പ്രകാരമുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നേരിടുമ്പോൾ നാളെ എന്താകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആൻഷ്യസ്, വറീഡ്. ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ സഭ എന്തോ ചെയ്യണം? ഹൗ ഷുഡ് എ ഡിസൈപ്പിൾ വെയിറ്റ് ഫോർ ദ കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ? ദ ചർച്ച് ഹാസ് ടു ബി പ്രേയിങ്. പ്രാർത്ഥനയിൽ കാത്തിരിക്കും. ഇത് പറയുമ്പോ ഇതൊരു വെയിറ്റിംഗ് പീരിയഡാണ്. ദൈവത്തിന്റെ പുത്രന്റെ വരവിന് വേണ്ടിയുള്ള ഒരു കാത്തിരിക്കുന്ന സമയം. ഈ കാത്തിരിക്കുന്ന സമയത്തിൽ, ഇൻ ദിസ് വെയിറ്റിംഗ് പീരിയഡ്, പല അപകടങ്ങൾ, ആത്മീയ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് വൈ ജീസസ് സെഡ്. അതുകൊണ്ടാണ് യേശു 8-ാം വാക്യത്തിൽ ചോദിച്ചത്, മനുഷ്യപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം, ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയ്ക്കു വേണ്ടി, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ഈ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ there can be some spiritual dangers by which the believer can lose his or her faith. ഈ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ചോദ്യം കർത്താവ് അവിടെ ചോദിക്കുന്നത്. ഈ വേദഭാഗങ്ങളിൽ നിന്ന് ഒരു 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്താണ് പോസിബിൾ ഡേഞ്ചേഴ്സ്? വാട്ട് ആർ ദി പോസിബിൾ ഡേഞ്ചേഴ്സ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്? ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ, അപകടങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യം. ഒന്നാമത്തത്, ആ 18-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. ഒന്ന് നോക്കാം, 18-ന്റെ 1-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 18:1. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. അതിന്റെ 1-ാമത്തെ വാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, മടുത്തു പോകാതെ. ദ ഫസ്റ്റ് ഡേഞ്ചർ ഈസ് ഡിസ്കറേജ്മെന്റ്. മടുപ്പ്, മടുത്തു പോകുന്ന അനുഭവം.
ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഡു നോട്ട് ലൂസ് ഹാർട്ട്, ഗ്രോ വിയറി. മലയാളത്തിലെ ചില ട്രാൻസ്ലേഷൻ മടുത്തു പോകുക, തളർന്നു പോകുക, അധൈര്യപ്പെട്ടു പോകുക. ഈ കാത്തിരിക്കുന്ന സമയത്ത് വിശ്വാസത്തിൽ ക്ഷീണിപ്പിച്ച് കളയുന്ന മടുപ്പ്, അധൈര്യം, തളർത്തിക്കളയുന്ന പോലത്തെ പ്രതിസന്ധി. എന്തുകൊണ്ടാണ് ഒരു ശിഷ്യന് മടുപ്പ് തോന്നുന്നതിന്റെ കാരണം? ഒന്നാമത്തെ കാരണം നമ്മൾ അവിടെ വായിച്ച വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ ആ ഉപമ ഓൾറെഡി വായിച്ചു. ഈ മടുത്തു പോകാൻ, ഡിസ്കറേജ്ഡ് ആയി പോകാനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. ഡിലേഡ് ആൻസർ ഓർ അൺആൻസേർഡ് പ്രയർ. പ്രാർത്ഥിച്ചു, ഈ വിധവ എന്ന് ഒരു തവണ ചോദിച്ചപ്പോ ഉത്തരമില്ല, ന്യായം കിട്ടിയില്ല. മടുത്തു പോകാതിരിക്കാൻ വേണ്ടി യേശു ആ ഉപമ പറയാ. ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയോ? ഡിസ്കറേജ്മെന്റ് ആണ്. ഡിസ്കറേജ്മെന്റ് ഒന്നാമത്തെ കാരണം മറുപടി ഇല്ലാതെ പോകുന്ന പ്രാർത്ഥന, വൈകി ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന. പ്രാർത്ഥിച്ചിട്ടൊന്നും ഉത്തരം കിട്ടുന്നില്ല. കോൺസ്റ്റന്റ്ലി പ്രാർത്ഥിച്ചു, ഒന്നും നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. ആവർത്തിച്ചു പ്രാർത്ഥിച്ചു, പക്ഷെ ഉത്തരമില്ല. ഈ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ഉത്തരത്തിനുമിടയിൽ നമ്മുടെ ഉള്ളിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഡിസ്കറേജ്മെന്റ്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രയർ ആൻഡ് ഇറ്റ്സ് ആൻസർ ക്യാൻ ബർത്ത് ഡിസ്കറേജ്മെന്റ് ഇൻ ദ ഡിസൈപ്പിൾ. കാരണം വി ആർ ഇംപേഷ്യന്റ്. നമുക്ക് ഉടനെ ഉത്തരം വേണം. നമ്മൾ പറയുന്നത്, ഗോഡ് യു നീഡ് ടു ബി മോർ പങ്ക്ച്വൽ. കർത്താവ്, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കൃത്യമായി നീ ഇതൊക്കെ ചെയ്തു തരണമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ തോന്നിപ്പോകും. ഈ ഡിലേ വരുമ്പോൾ ഡിസ്കറേജ്മെന്റ് അറിയാതെ ഉള്ളത്തിൽ കടന്നു. ഇത് പറയുമ്പോൾ ഈ ഡിസ്കറേജ്മെന്റ് ബൈബിളിൽ നമ്മൾ പലയിടത്ത് കാണും. പഴയ നിയമ പുസ്തകത്തിൽ പ്രത്യേകിച്ചും പ്രവചന പുസ്തകങ്ങൾ നമ്മൾ 1-2 വട്ടം ഇവിടെ ധ്യാനിച്ചിട്ടുണ്ട്. പല പ്രവാചകന്മാരും ദൈവത്തോട് ചോദ്യം ചോദിച്ചു, ഞാൻ എത്രത്തോളം അയ്യം വിളിക്കും, എന്നിട്ട് നീ ഉത്തരം പറയാതിരിക്കും. ഐ കെപ്റ്റ് ഓൺ ആസ്കിങ് യു ബട്ട് യു നെവർ ആൻസേർഡ് മൈ പ്രേയർ. സങ്കീർത്തനത്തിൽ പ്രത്യേകിച്ച് എത്രയോ സങ്കീർത്തനങ്ങൾ നമുക്ക് ഇത് പറയുന്നത് കാണാൻ പറ്റും. 13-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. സങ്കീർത്തനം 13 ഒന്ന് നോക്കിക്കേ. ആ 2 വാക്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് എത്ര തവണയാണ് സങ്കീർത്തനക്കാരൻ ചോദ്യം ചോദിക്കുന്നത് നോക്കിക്കേ. സാം 13 വേഴ്സസ് 1 and 2. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ചു? എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം. എത്രത്തോളം എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ആവർത്തിച്ച് ചോദ്യം കണ്ടേ, എത്രത്തോളം, ഹൗ ലോങ്, 3-4 തവണയെങ്കിലും ആദ്യത്തെ 2 വാക്യത്തിൽ ഹൗ ലോങ്, വൈ ഗോഡ് ആർ യു സൈലന്റ്? ദൈവമേ, നീ എന്തുകൊണ്ടാ നിശബ്ദമായിരിക്കുന്നത്? ഭക്തൻ മടുത്തുപോയി. സങ്കീർത്തനക്കാരന്റെ ഉള്ളിൽ മടുപ്പ് തട്ടുന്ന അനുഭവങ്ങൾ. വേറൊരു സങ്കീർത്തനം ഞാൻ വായിപ്പിക്കുന്നില്ല, നമുക്ക് ആ ഭാഗം അറിയാം. 73-ാമത്തെ സങ്കീർത്തനം നമുക്കറിയത്തില്ല, നമ്മൾ ധ്യാനിച്ചിട്ടുള്ളവരാണ്. അവിടെ പ്രത്യേകിച്ച് ഈ സങ്കീർത്തനം എഴുതുന്ന ഈ മനുഷ്യൻ മറ്റു ദുഷ്ടന്മാരെയൊക്കെ നോക്കുമ്പോൾ അവർക്കൊരു പ്രശ്നമില്ല, പ്രാർത്ഥിക്കാത്തവൻ ഒരു പ്രശ്നമില്ല. അവിടെ പറയുന്നത് എന്താ അറിയോ? എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. എന്നിട്ട് പറയാ, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതൊക്കെ വെറുതെ ആയിപ്പോയോ? എനിക്കൊന്നും പ്രശ്നമാണ്, പക്ഷെ പ്രാർത്ഥിക്കാത്തവൻ ഒരു പ്രശ്നവുമില്ല. അവർക്ക് സൗഖ്യമാണ്, അവർക്ക് അഹങ്കാരമാണ്, അവർക്ക് വേദനയില്ല, അവർ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് ഒരു കഷ്ടവുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന എനിക്ക് എന്റെ വിഷയത്തിന് പരിഹാരവുമില്ല, എന്റെ വിഷയങ്ങൾ മാറുന്നുമില്ല. മടുത്തുപോയി, കാലുകൾ ഇടറിപ്പോയി, കാലടികൾ വഴുതിപ്പോയി. ഇതൊക്കെ വെറുതെയാണോ എന്ന് ചിന്തിച്ചു തുടങ്ങിയ അനുഭവം. ഇത് പറയുമ്പോൾ എനിക്കറിയാം ഇതൊരു പ്രെയർ ലൈൻ ആണ്. നിങ്ങൾ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അറിയാതെ നമ്മുടെ ഉള്ളിൽ
പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിച്ച സമയത്ത് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ അറിയാതെ ഉള്ളിൽ മടുപ്പ് കടന്നു വരുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിൽ കൂടെ കർത്താവ് പറയാ, ഡു നോട്ട് ലൂസ് ഹാർട്ട്, ഡു നോട്ട് ഗെറ്റ് ഡിസ്കറേജ്ഡ്, ഡു നോട്ട് ഗിവ് അപ്പ്. മടുത്തു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ലെങ്കിലും തളർന്നു പോകരുത്, തളർന്നു പോകരുത്. ഇത് പറയുമ്പോ ഹൗ ടു ഓവർകം, എങ്ങനെയാണ് ഇങ്ങനെ മറുപടി കിട്ടിയില്ല, ക്ഷീണവും മടുപ്പും സംശയമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്? ഇതിനെ ആത്മീകമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. പുറമേ നമ്മൾ പ്രാർത്ഥിക്കണം, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ കൺവിക്ഷൻ ഇല്ലാതെ പോകും. ദിസ് ഹാസ് ടു ബി ഡെൽറ്റ് സ്പിരിച്വലി. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടെ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. Discouragement in unanswered prayers or delayed answers must be overcome by prayer alone. ഞാൻ വീണ്ടും പറയാണ്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഉത്തരം കിട്ടിയില്ല, അത് വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന അനുഭവത്തിലേക്ക് പോകാതിരിപ്പാൻ പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ അതിനെ ജയിക്കണം. The solution is in prayer itself. കാരണം അവിടെ യേശു പറഞ്ഞ ആ വാക്ക് തന്നെ നോക്കിക്കേ, മടുത്തു പോകാതെ, ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രേ ഓൾവേസ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇപ്പൊ മടുപ്പ് വരാൻ സാധ്യതയുണ്ട്, ആ സമയത്തും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഇതിന്റെ മാതൃക യേശു കർത്താവ് തന്നെയാണ്. യേശു കർത്താവിന്റെ പ്രാർത്ഥന നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമുക്കത് അറിയാം. പ്രത്യേകിച്ചും ഗെരസമനയിലെ ആ പ്രാർത്ഥന നമ്മൾ ഇതിനോടൊന്ന് ബന്ധപ്പെടുത്തി വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. യേശു പ്രാർത്ഥിച്ചത് എന്താ? ഫാദർ, ഇഫ് യു ആർ വില്ലിംഗ്, റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ. എന്നിട്ട് ഉടനെ അടുത്ത ഭാഗം എന്താ? എറ്റ് നോട്ട് മൈ വിൽ ബട്ട് യുവേഴ്സ് ബി ഡൺ. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥന എന്താ? Prayer is not getting all that I ask for. പ്രാർത്ഥന ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കുന്നതല്ല പ്രാർത്ഥന, മറിച്ച് prayer is aligning ourselves with the will of God. ഞാൻ പ്രാർത്ഥനയിൽ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ ഹിതത്തിൽ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിച്ചതിന്, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ ഹൃദയം മടുത്തു പോകുകയല്ല, ക്ഷീണിച്ചു പോകുകയല്ല, തളർന്നു പോകുകയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറക്കേണ്ട കാര്യം ഇതാണ്: എറ്റ് നോട്ട് മൈ വിൽ ബട്ട് യുവേഴ്സ് ബി ഡൺ. കർത്താവേ, എന്റെ ഹിതം നടന്നില്ലെങ്കിലും അങ്ങയുടെ ഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നടന്നാ മതിയെന്നുള്ള ഒരു സമർപ്പണമാണ്, ഒരു കൺഫെഷനാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യണം. ഇംഗ്ലീഷിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, നിങ്ങൾക്കത് അറിയാമായിരിക്കും. ആ പാട്ട് ഇങ്ങനെയാണ്: Lord, you seem so far away, a million miles or more it feels today. കർത്താവേ, അങ്ങ് ഒത്തിരി ദൂരെയാന്ന് എനിക്ക് തോന്നുക. You are so far. എന്നിട്ട് പറയുന്നത്, though I haven't lost my faith, I must confess right now, it's hard for me to pray. കർത്താവേ, എന്റെ വിശ്വാസം പോയിട്ടില്ല, പക്ഷെ ഞാൻ കൺഫസ് ചെയ്യാം, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. എന്തുവാ പറയണ്ടേ, എവിടുന്നാ തുടങ്ങണ്ടേ, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ പാട്ടുകാരൻ തുറന്നെഴുതുന്നത് ഇങ്ങനെയാണ്: ഈവൻ ഇൻ മൈ ഡാർക്കസ്റ്റ് അവർ, ഏറ്റവും ഇരുട്ട് നിറഞ്ഞ എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാതിരിക്കുന്ന നിമിഷങ്ങളിലും, ലോർഡ് ഐ കൺഫസ്, എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല, ബട്ട് ഐ വിൽ പ്രൈസ് യു, ഞാൻ അങ്ങേ സ്തുതിക്കുമെന്ന് പറയാൻ. ഭക്തന്റെ ജീവിതത്തിൽ ഈ കാത്തിരിക്കുന്ന നിമിഷത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ അപകടം ഡിസ്കറേജ്മെന്റ് ആണ്. ഡിസ്കറേജ്മെന്റ് ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്, അത് പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിച്ച സമയത്ത് മറുപടികൾ ലഭിക്കാതെ പോകുമ്പോഴാണ്. രണ്ടാമത്തെ കാരണം ഡിസ്കറേജ്മെന്റിൻ്റെത്, നമ്മൾ ആ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, വേഴ്സസ് 22. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും,
കാണുക ഇല്ല താനും. രണ്ടാമത്തെ കാരണം, ഡിസ്കറേജ്മെന്റ് വരാനുള്ള രണ്ടാമത്തെ കാരണം, ഡിലേ ഓഫ് ക്രൈസ്റ്റ് കമ്മിങ്. കർത്താവിന്റെ വരവും താമസിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരവും താമസിക്കുന്നു, കർത്താവിന്റെ വരവും താമസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വരും കർത്താവിന്റെ ദിവസത്തിന്, പക്ഷെ അത് കാണത്തില്ല. അവരാഗ്രഹിച്ചു, വളരെ തീക്ഷ്ണമായി ആഗ്രഹിച്ചു, പക്ഷേ ഹിഡൻ കം. നമ്മള് ലേഖനങ്ങളിലും ഇതിന് സമാനമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. ആദിമസഭ വളരെ ആവേശത്തോടെ കർത്താവ് അവരുടെ കാലത്തിൽ തന്നെ വരുമെന്ന് തീക്ഷ്ണതയോടെ കാത്തിരുന്നു. they were expecting the Lord to return in their own time. പക്ഷെ നടന്നില്ല. പത്രോസ് തന്നെ ലേഖനം എഴുതുമ്പോ ഈ ഡിലേ, ഇങ്ങനെ കർത്താവിന്റെ വരവ് താമസിക്കുമ്പോ സഭയിൽ സംഭവിച്ചത് പത്രോസ് പറയുന്നുണ്ട് ഇങ്ങനെ: അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് പരിഹാസികൾ പരിഹാസത്തോടെ ചോദിക്കുന്നൊരു കാലം. കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ എത്ര നാളായിട്ട് പറയാ വരും വരുന്നില്ലല്ലോ. നമ്മൾ കർത്താവിന്റെ വരവിന്റെ പ്രതീക്ഷയിൽ ജീവിക്കുന്നു, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്താണ്. പാർക്കുന്ന ഈ ലോകത്തിൽ ദുഷ്ടത വർദ്ധിക്കുകയും ചെയ്യുകയാണ്, കർത്താവ് വരുന്നുമില്ല. അറിയാതെ ഉള്ളിൽ ഡിസ്കറേജ്മെന്റ്. ഈസ് ഹി റിയലി ഗോയിങ് ടു കം? ശരിക്കും കർത്താവ് വരുമോ എന്നുള്ള സംശയവും ആ വിശ്വാസത്തെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവം. Discouragement is a serious danger that can happen during this waiting period. ആത്മീകമായി ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ എന്തു ചെയ്യും? പ്രാർത്ഥിക്കാതിരിക്കും. കർത്താവിന്റെ വരവ് സംഭവിക്കുന്നത് വൈകുമ്പോൾ ഒരുങ്ങാതിരിക്കും. ഇത് രണ്ടും ആത്മീകമായി നാശത്തിലേക്ക്, ആത്മീകമായ മടുപ്പിലേക്ക് ചെന്ന് അവസാനിക്കും. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഇങ്ങനെ മനസ്സ് മടുപ്പിച്ചു കളയുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഉറയ്ക്കണം. കർത്താവ്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഇബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഈ കാത്തിരിക്കുന്ന കാലയളവിൽ ദൈവസഭയുടെ പ്രാർത്ഥനയാകണം, കർത്താവെ അവിടുത്തെ രാജ്യം വരണമേ. അതല്ലേ ലോർഡ്സ് പ്രേയറിൽ പഠിപ്പിക്കുന്നത്? ലെറ്റ് യുവർ കിങ്ഡം കം, യുവർ വിൽ ബി ഡൺ ഓൺ എർത്ത്. അവിടുത്തെ രാജ്യം വരണമേ. ഒന്നാമത്തെ അപകടം, the first danger is spiritual discouragement. ഇന്ന് ഇത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇപ്രകാരം മടുപ്പ് ആത്മീക ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ കർത്താവ് അതെടുത്ത് നീക്കട്ടെ. ഞാൻ പറഞ്ഞ രണ്ട് കാരണങ്ങളാണ്. അത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമുണ്ട്. നമ്മളത് ചിന്തിക്കണം. നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് പേഴ്സണൽ അൺആൻസേർഡ് പ്രേയേഴ്സ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടേക്കാം, നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉത്തരം കിട്ടി കാണത്തില്ല. ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത്, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിലും ദി എറ്റേണൽ സൊല്യൂഷൻ, നിത്യമായ പരിഹാരം കർത്താവിന്റെ വരവിൽ മാത്രമാണ്. അത് രോഗസൗഖ്യമാകട്ടെ, അതിവിടത്തെ നമ്മൾ നേരിടുന്ന ഏത് പ്രതിസന്ധിയുമാകട്ടെ, ദി എറ്റേണൽ സൊല്യൂഷൻ ഈസ് ഹിസ് കമ്മിങ്. കർത്താവ് വരുമ്പോൾ നമ്മൾ ഇവിടെ നേരിടുന്ന സകലത്തിനും പരിഹാരമാകും. എല്ലാ അനീതിക്കും എല്ലാ കഷ്ടതയും മാറുന്നത് കർത്താവിന്റെ വരവിലാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കെന്ന് തെളിയും. നമ്മൾ ഇന്ന് നോക്കുമ്പോൾ വലിയ കഷ്ടതയാണ്, നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഉത്തരമില്ല, പക്ഷേ
നിത്യതയുടെ തുറമുഖത്ത് നിന്ന് നമ്മൾ ഇതിനെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്തുവെന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ഈ കാലയളവിൽ നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, ആ വിധവ ആവർത്തിച്ച് ആ ന്യായാധിപനോട് ചെന്ന് അപേക്ഷിച്ചതുപോലെ കൺസിസ്റ്റന്റ്ലി പെർസ്യൂവർ ഇൻ പ്രേയർ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ലഭിച്ചില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ക്രൈസ്റ്റ് റിട്ടേൺ ഇസ് സർട്ടേൺ. കർത്താവിന്റെ വരവ് ഉറപ്പുള്ള കാര്യമാണ്. അവൻ വരിക തന്നെ ചെയ്യും. അപ്പൊ ചോദ്യം ഏതാണ്? when the son of man comes, will he find faith on earth? മനുഷ്യപുത്രൻ വരുമ്പോൾ നമ്മളെ എങ്ങനെയായിരിക്കും കർത്താവ് കാണുന്നത്? മനസ്സുമടുത്ത് ആത്മീയമായി തകർന്നവരായിട്ടായിരിക്കുമോ, അതോ മടുത്തുപോകാതെ പ്രാർത്ഥനയിൽ സജീവമായി നിൽക്കുന്നവരായിട്ട് നമ്മളെ കാണും? ഒന്നാമത്തെ അപകടം ഡിസ്കറേജ്മെന്റ്. രണ്ടാമത്തെ കാര്യം ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സസ് 23, 23-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. അന്ന് നിങ്ങളോട് ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയും, നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയും അരുത്. രണ്ടാമത്തെ അപകടം ഡിസപ്ഷൻ ആണ്. ഡിസപ്ഷൻ, ചതിവ്, വഞ്ചന, ഡിസപ്ഷൻ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ആണ് രണ്ടാമതായിട്ട് നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ടത്. ലൂക്കോസ് അവിടെ പറയുന്ന 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഇതാ ഇവിടെ അതാ അവിടെ നിങ്ങൾ പോകരുത്. യേശു പറയാണ് അവിടെ ഇവിടെ എന്ന് പറഞ്ഞ് വിളിക്കും. ക്രൈസ്റ്റ് ഈസ് ഹിയർ, കർത്താവ് ഇവിടെ കർത്താവ് അവിടെ എന്ന് പറഞ്ഞ് വിളിക്കും. നിങ്ങൾ പോകരുത്. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ വെയിറ്റിംഗ് പീരിയഡിൽ, ഈ ഗ്യാപ്പിൽ ശിഷ്യന്മാരെ വഞ്ചനയിലേക്ക് നടത്തുന്ന, വ്യാജത്തിലേക്ക് തിരിക്കുന്ന കൊടിയ വഞ്ചനകൾ, ഡിസപ്ഷൻസ് വർദ്ധിക്കും. അതിൽ പെട്ടുപോകരുത് എന്നാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്. ഇത് പറയുമ്പോൾ ഈ പ്രാർത്ഥനയും ഇതും തമ്മിൽ ബന്ധമുണ്ട്. ഈ ഡിസപ്ഷനിൽ കുരുങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഞാനിത് പറയുമ്പോൾ ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിക്കാം. സമയം മുന്നോട്ട് പോകുന്നു. ചില വാക്യങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 21-ാമത്തെ വാക്യം നോക്കി. ലൂക്ക് 21:8 അതിന് അവൻ യേശു തന്നെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, ഞാനാകുന്നുവെന്നും സമയം അടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വരും, അവരെ അനുഗമിക്കരുത്. കേട്ടോ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. രണ്ടാമത്തെ അപകടം ഡിസപ്ഷൻ ആണ്. സൂക്ഷിക്കണം. ബിക്കോസ് ദർ ഇസ് മാസ് ഡിസപ്ഷൻ. അവിടെ എഴുതിയിരിക്കുന്നത് 21 പറഞ്ഞത് എന്റെ പേരിൽ അവർ വരുന്നത്. എന്റെ പേരില. കണ്ടാൽ ക്രിസ്തുവിന്റെ ആൾക്കാരാന്ന് തോന്നും, കണ്ടാൽ കർത്താവിന്റെ ആൾക്കാരാന്ന് തോന്നും. പക്ഷെ അവരുടെ പുറകെ പോകരുത്, അവരെ അനുഗമിക്കരുത്. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞിരിക്കുന്നു. ഇതേ കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി എഴുതുമ്പോൾ ഇത് തന്നെ എവിടെയും പറഞ്ഞിട്ടുണ്ട്. 24-ാമത്തെ അധ്യായത്തിലാണ്. ശിഷ്യന്മാർ എന്ന് ചോദിച്ചു, ഇതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞു തരണം. അടയാളങ്ങൾ ചോദിക്കുകയാണ്. എൻഡ് ടൈം സയൻസ്, അടയാളങ്ങൾ പറയുക. എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശു ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് എന്തോ അറിയോ? ഒന്നാമത്തെ അടയാളമായിട്ട് യേശു പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഒന്നാമത്തെ അടയാളമായിട്ട്. യെസ്, യുദ്ധങ്ങളുണ്ട്, ക്ഷാമം വരുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കും. ഒന്നാമതായിട്ട് യേശു പറയുന്ന അടയാളം ഈ അപകടമാണ്. എൻഡ് ടൈം ഡിസപ്ഷൻ. അന്ത്യകാലത്ത് വലിയ ഡിസപ്ഷൻ ഉണ്ടാകും, വഞ്ചന ഉണ്ടാകും. വിശ്വാസത്തിൽ നിന്ന് ജനത്തെ അട്ടിമറിച്ച് കളയുന്ന വഞ്ചന വർദ്ധിച്ചു വരുന്ന ഒരു സമയമായിരിക്കും. അവിടെ നിൽക്കാൻ പ്രാർത്ഥനയല്ലാതെ വേറെ പരിഹാരമില്ല. ഇത് യേശുവിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതുകൂടാതെ തന്നെ ലേഖനങ്ങൾ നമ്മൾ വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസ്, പത്രോസ്, യോഹന്നാനൊക്കെ അവരുടെ ലേഖനം എഴുതുമ്പോൾ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. തെസ്സലോനിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. 2-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കും. ആരും നിങ്ങളെ ചതിക്കരുത്. വിശ്വാസ ത്യാഗം സംഭവിക്കുന്ന ഒരു കാലം.
തിമോത്തിയോസിന്റെ ലേഖനം ഈ പ്രയർ ലൈനിൽ എനിക്കറിയാം ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ്. അവിടെയും അന്ത്യകാലത്തെ പറ്റി പറഞ്ഞത് എന്താണ്? അന്ത്യകാലത്ത് വരുന്നുണ്ട് പത്യോപദേശത്തെ കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു ജനം. അവർക്ക് ഇഷ്ടമുള്ളത് കേൾക്കാൻ ശുശ്രൂഷകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന ഒരു കാലം. ഡിസപ്ഷൻ, വഞ്ചന, ഭൂതങ്ങളുടെ ഉപദേശങ്ങളുടെ പുറകെ പോകുന്ന വഞ്ചനയുടെ ഒരു കാലം. പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. 2 പീറ്റർ രണ്ടാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. 2 പത്രോസ് 2-ന്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. കണ്ടോ, യേശു പറഞ്ഞത് അനുകരിക്കരുത്, അവരുടെ പുറകെ പോകരുത്. പക്ഷെ അപ്പോസ്തലൻ പറയാണ് പലരും അവരെ അനുകരിക്കും. കാരണം എന്താ? അവിടെ എഴുതിയേക്കുന്നില്ല, പത്രോസ് പറയുമ്പോ എഴുതിയേക്കുന്ന അങ്ങനെ നിങ്ങളുടെ ഇടയിലും എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറും എന്ന് പറഞ്ഞാൽ അറിയത്ത് പോലുമില്ല. അങ്ങനെ കയറി വ്യാജം പ്രചരിപ്പിച്ച് ജനത്തെ അട്ടിമറിക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് മറിച്ചു കളയുന്ന ഒരു കാലം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് കള്ളപ്രവാചകന്മാർ പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ, നോട്ട് എവറിത്തിങ് ദാറ്റ് ലുക്ക് സ്പിരിച്വൽ ഈസ് ഫ്രം ഗോഡ്. ആത്മീകമായി തോന്നുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. ശോധന ചെയ്യണം, പരിശോധന ചെയ്യണം, ഡിസേൺമെന്റ് ചെയ്യണം. അവസാന കാലത്ത് സംഭവിക്കുന്ന എന്താണ്? മഹാവഞ്ചന ഉണ്ടാകും. അനേകരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യപുത്രൻ പ്രത്യക്ഷമാകുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസത്തെ അട്ടിമറിച്ച് കളയുന്ന മഹാവഞ്ചന ദേശങ്ങളിൽ വർദ്ധിക്കും. യേശുവിന്റെ നാമമെടുത്ത് കള്ള ക്രിസ്തുക്കൾ, കള്ള സുവിശേഷം, കള്ള ആത്മാവിനാൽ പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണിത്. ആ കാലത്ത് നിൽക്കാൻ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. ഇതെല്ലാം മുന്നറിയിപ്പാണ് വായിച്ചത്. പരിഹാരമായിട്ട് യേശു പറയുകയാണ്, എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ വഞ്ചനയെ തിരിച്ചറിയാൻ പ്രാർത്ഥനയാണ് പരിഹാരം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ മറ്റൊരു ഭാഗം 21-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും, അടുത്ത ഭാഗം, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും, ആ ഭാഗം ശ്രദ്ധിക്കുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. സ്റ്റേ അവേക്ക് ആൻഡ് പ്രേ. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസം അട്ടിമറിക്കപ്പെട്ടു പോകാതിരിക്കാൻ ബിവെയർ ആൻഡ് പ്രേ. ഇതേ കാര്യം തന്നെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ ലേഖനം 4-7 ഞാൻ വായിക്കാം. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കാൻ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി നിർമ്മതരായിരിപ്പീൻ. ബി സീരിയസ് ആൻഡ് ഡിസിപ്ലിൻ yourself for prayer because the end has come. അവസാനം സമീപിച്ചിരിക്കാൻ പ്രാർത്ഥനയിൽ ഡിസിപ്ലിൻഡ് ആകുക. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? കാരണം വഞ്ചന, ഡിസപ്ഷൻ will corrupt the disciple. പ്രാർത്ഥനയില്ലാത്ത ജീവിതം, a prayerless Christian is a defenseless Christian. സഭയിൽ പോകുന്നുണ്ടായിരിക്കാം, പ്രയർ ലൈനിൽ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം, ബൈബിൾ വായിക്കുന്നുണ്ടായിരിക്കാം, സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം, അല്ല സന്ദേശങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഡിസേൺമെന്റ് നഷ്ടപ്പെട്ടു പോകും. ഞാൻ മുമ്പേ പറഞ്ഞു, പ്രാർത്ഥന എന്താണ്? ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുകയാണ്. പ്രാർത്ഥന എന്താണ്? ദൈവമായിട്ടുള്ള ബന്ധമാണ്.
ദൈവവുമായിട്ടുള്ള ആ കണക്ഷൻ നഷ്ടപ്പെട്ടു പോയാൽ വഞ്ചനയിൽ പിടിക്കപ്പെടും. പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയും. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ our spirit becomes more sensitive. പക്ഷെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എന്തുവാണെന്നറിയാമോ? എല്ലാം ശരിയായിട്ട് തോന്നും. ദൈവവചനത്തിന് നിരക്കാത്ത വ്യാജങ്ങൾ കേൾക്കുമ്പോഴും ഭയങ്കര കംഫോർട്ടിംഗ് ആയിട്ട് തോന്നും. അത് നല്ലതായിരുന്നു, ആ സന്ദേശം സൂപ്പർ ആയിരുന്നു, ഇറ്റ് വാസ് സോ എൻകറേജിങ്. യെസ്, ഇറ്റ് വാസ് വെരി എൻകറേജിങ്, ബട്ട് ഇറ്റ് വാസ് നോട്ട് ബിബ്ലിക്കൽ. വചനവിരുദ്ധമായതും ഭയങ്കര എൻകറേജിങ് ആയിട്ട് തോന്നുക. അത് ഞാൻ ഇന്ന് കാണുന്നുണ്ട്. ഞാനല്ല, നിങ്ങൾ തന്നെ നോക്കിയാൽ പോരെ. ഇന്നത്തെ വിശ്വാസ കോളത്തിലേക്ക് നോക്ക്. വചനത്തിലില്ലാത്തതൊക്കെ കേൾക്കുമ്പം ഭയങ്കര ആവേശമാ, ഭയങ്കര കയ്യടിയാ, എഴുന്നേറ്റ് നിന്ന് തുള്ളാൻ തോന്നുന്നുണ്ട്. വചനത്തിൽ ഇതുവല്ലോ ഉണ്ടോ? ബിബ്ലിക്കൽ ഡിസേൺമെന്റ് ഇസ് ഗോൺ. അതിന്റെ പല കാരണങ്ങളുണ്ട്. അതിന്റെ ഒരു കാരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. when we miss to pray, when we are not grounded in prayer, ദൈവവുമായിട്ടുള്ള ഊഷ്മള കണ്ടിന്യൂവൽ ബന്ധം, നിരന്തരമായ ബന്ധമില്ലെങ്കിൽ we cannot discern. നമ്മൾ പിന്നെ നോക്കുന്ന കർത്താവിനെ അല്ല, പിന്നെ നമ്മൾ നോക്കുന്ന സെലിബ്രിറ്റികളെയാണ്, പിന്നെ നമ്മൾ നോക്കുന്നത് ഭയങ്കര സൂപ്പർ സ്റ്റാർ പോലത്തെ അഭിഷക്തന്മാരെയാണ് നമ്മൾ കർത്താവായിട്ട് കാണുന്നത്. പ്രാർത്ഥന പോകുമ്പോഴാണ് പിന്നെ അഭിഷക്തന്റെ പ്രാർത്ഥന മാത്രമേ ഫലിക്കുന്നതായിട്ട് തോന്നത്തുള്ളൂ. പ്രാർത്ഥന ഡിസപ്പിയർ ആകുമ്പോൾ, പ്രാർത്ഥന അപ്രത്യക്ഷമാകുമ്പോൾ വിവേചന ശക്തി ഇല്ലാതാകും. വിശ്വാസികൾ സത്യം കേൾക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെടും. തെറ്റുകൾ ശോധന ചെയ്യാനുള്ള ആ ജാഗ്രത, ആ സെൻസ് ഇല്ലാതാകും. പരിഹാരം ഒന്നേ ഉള്ളൂ, പരിഹാരം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ നമ്മൾ സമയം ചെലവിടുമ്പോൾ the Holy Spirit will correct us. The Holy Spirit will make God's word more clear. ദൈവത്തിന്റെ വചനം ശരിയായി മനസ്സിലാക്കാൻ ആത്മാവ് നമുക്ക് തുണ ചെയ്യും. പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു വ്യാജം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ടാകും, ഇതിലെന്തോ തെറ്റുണ്ടല്ലോ. ചില പഠിപ്പിക്കലൊക്കെ കേൾക്കുമ്പോൾ ഈ പഠിപ്പിക്കലിൽ എന്തോ അപകടമുണ്ടല്ലോ. ചില സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഇതെന്നെ ക്രിസ്തുവിൽ നിന്നെടുത്ത് മാറ്റുവാണല്ലോ എന്നൊക്കെ അകത്തൊരു ബോധ്യം വരും. അത് നമ്മുടെ ബുദ്ധി കൂടിയത് കൊണ്ടല്ല, പക്ഷെ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ ആത്മാവിൽ ജീവൻ പകർന്ന് പ്രാർത്ഥന നമ്മളെ ദൈവവുമായിട്ട് ബന്ധിപ്പിച്ച് അപകടത്തിൽ, ഈ വഞ്ചന എന്ന കൊടിയ അപകടത്തിൽ വീണു പോകാതെ ഈ കാലയളവിൽ കർത്താവ് നമ്മളെ കാക്കും. ഇത് വളരെ വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്, വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഡിസെപ്ഷൻ ഇനി എപ്പോഴോ വരുമെന്നല്ല, ഇറ്റ് ഈസ് ഓൾറെഡി ഹിയർ. ആൻഡ് യു നോ വാട്ട് ഇസ് എ ഡേഞ്ചറസ് പാർട്ട്? ഏറ്റവും പ്രശ്നം ഇതിനകത്ത് എന്തെന്നറിയാമോ? പലരും, several of them are deceived thinking they are right. ശരിയാണെന്ന് ഓർത്ത് വിശ്വസിച്ചത് പലതും വ്യാജമായി. ഞാൻ വളരെ താഴ്മയോട് പറയാണ്, do not trust every preacher, do not trust every voice that you hear. Test everything. എല്ലാം പരിശോധിക്കുക. പ്രാർത്ഥനയോടെ ദൈവവചനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകും. പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയമെടുക്കാതിരുന്നാൽ നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകും. വിശ്വാസത്തെ തന്നെ എടുത്തു കളയാൻ വ്യാജത്തിലേക്ക് നമ്മളെ ഇത് കൊണ്ടെത്തിക്കും. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ ഇവിടെ ധ്യാനിച്ചതാണ് 2 തിമോത്തിയോസ് 2:15 മുതലുള്ള ഭാഗങ്ങൾ. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കൽ ധ്യാനിച്ചതാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കണം, യഥാർത്ഥമായി വിശ്വസിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? വിശ്വാസത്തെ തന്നെ അട്ടിമറിച്ച് കളയാൻ, അധർമ്മത്തിലേക്ക് നയിക്കാൻ ഈ വഞ്ചനയ്ക്ക് സാധ്യതയുണ്ട്. അപ്പൊ ദൈവസഭ ശിഷ്യന്മാർ എന്ത് ചെയ്യണം? ഈ കാത്തിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. When the Son of Man comes, will he find faith
on earth. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ ഡിസ്കറേജ്ഡ് ആയ ഒരാളെയാണോ കാണാൻ പോകുന്നത്? മനുഷ്യപുത്രൻ വരുമ്പോൾ ഡിസീവ്ഡ് ആയി പോയ വ്യാജ സുവിശേഷവും വ്യാജ ക്രിസ്തുക്കളുടെ ഒക്കെ പുറകെ പോയി വഞ്ചിക്കപ്പെട്ട ഒരാളെയാണോ കാണുന്നത്? അതോ വിശ്വാസം കണ്ടെത്തുമോ? The first danger is discouragement. The second danger is deception. And the third danger is distraction. ഫോക്കസ് മാറിപ്പോയി. നേരെ പോവായിരുന്നു, പക്ഷെ മാറിപ്പോയി. ക്രിസ്തുവിനെ നോക്കിയാ ഓടിക്കൊണ്ടിരുന്നേ, പക്ഷെ ശ്രദ്ധ മാറിപ്പോയി. ഡിസ്ട്രാക്ഷൻ. ഇത് പറയുമ്പോ യേശു കർത്താവ് തന്റെ വരവിനെ പറ്റി പഠിപ്പിക്കുന്ന ഈ 17 ആ ഭാഗത്ത് നമ്മൾ വായിച്ചാൽ പഴയ നിയമത്തിലെ 2 സംഭവങ്ങൾ എടുത്തിട്ട് മനുഷ്യപുത്രന്റെ നാളിലും ഇങ്ങനെ ആയിരിക്കുമെന്ന് പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം വ്യാഖ്യാനിക്കാൻ സമയമില്ല. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 26, 27 മുതൽ ആ താഴേക്കുള്ള 30 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 26 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് 26 to 30. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കിടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദാം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. ശ്രദ്ധിക്കണം, 2 സംഭവങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 2 ഭാഗമാണ്. ഉൽപ്പത്തി 6-ലും ഉൽപ്പത്തി 19 ഭാഗത്തൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് നോയയുടെ കാലം, 2 ലോത്തിന്റെ കാലം. ഇത് നമുക്ക് പഴയ നിയമത്തിലെ ആ ഭാഗങ്ങൾ അറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്കത് അറിയാവുന്ന ഭാഗം. നമ്മൾ അതിലേക്ക് ഇപ്പോൾ നമ്മൾ വായിക്കാൻ സമയം എടുക്കുന്നില്ല. അവിടെ വായിച്ചാൽ നോയയുടെ കാലത്ത് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്, കർത്താവ് സൃഷ്ടിച്ചു, ദൈവം മനുഷ്യനെല്ലാം സൃഷ്ടിച്ചു, ഭൂമിയെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം നോക്കുമ്പോൾ ലോകത്ത് ദുഷ്ടത വർദ്ധിച്ചു, ജനത്തിന്റെ വികാരങ്ങളും ചിന്തകളെല്ലാം പാപമായി, അവരെ നശിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ജനസിസ് 6:19. ഇതിന് സമാനമായി ആ പട്ടണം മുഴുവനും ദുഷ്ടത കൊണ്ട് നിറഞ്ഞ് മോറലായിട്ട് ഇമ്മോറാലിറ്റിയിലേക്ക് പോകുന്ന, ദൈവത്തോട് മത്സരിക്കുന്ന ഒരു കാലമാണെന്ന് നമ്മൾ ആ അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ ലൂക്കോസിൽ ഇത് പറയുമ്പോൾ, യേശു പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് വായിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ഒന്നും പാപം, നമ്മുടെ ദൃഷ്ടിയിൽ പാപമെന്ന് തോന്നുന്നതൊന്നും അവിടെ എഴുതിയിട്ടില്ല. വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്തൊക്കെയാ അവിടെ ജനം ചെയ്തതായിട്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ എടുത്ത് പാപമായിട്ടൊന്നും തോന്നിയില്ല. തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. അതിലെന്തുവാ പാപം? ഈറ്റിംഗ്, ഡ്രിങ്കിങ്, മാരിങ്. Is there anything sin in that? ലോത്തിന്റെ കാലത്തെ പറ്റി പറയുമ്പോൾ അവിടെയും ഇത് തന്നെയാണ്. തിന്നും കുടിച്ചും. പിന്നെ 2 3 കാര്യം കൂടെ ചേർത്തിട്ടുണ്ട്. വിറ്റും നട്ടും പണിതും. സെല്ലിങ്, പ്ലാന്റിങ്, ബിൽഡിങ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് നോക്കിയാൽ പ്രത്യേകിച്ച് അവിടെ പാപമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ അത് പാപത്തിന്റെ ലിസ്റ്റ് അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ എഴുതുമ്പോ ഡയറക്റ്റ് ആയിട്ട് പാപത്തിന്റെ ലിസ്റ്റ് അല്ല എഴുതുന്നത്. മറിച്ച് യേശു ഇവിടെ ഇത് പറയുമ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്: നോയയുടെ കാലത്ത് പ്രളയം വരുന്നുവെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. There is a warning that a judgment is coming. ഈ മുന്നറിയിപ്പ് ഉള്ളപ്പോഴും ജനം നോർമലായിട്ട് ജീവിച്ചു. അതാണ് അവിടുത്തെ പ്രശ്നം. പ്രളയം വരുന്ന സമയത്തും they lived as if nothing is going to happen. നോഹ പെട്ടകം പണിതുകൊണ്ടിരിക്കുക, പ്രളയം വരുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ജനം ജീവിക്കുന്നത് ഇതൊന്നും സംഭവിക്കത്തില്ല. നോർമലായിട്ട് തിന്നു കുടിച്ചു, കല്യാണം കഴിച്ചു. ലോത്തിന്റെ സമയത്ത് ഇത് തന്നെയാണ്. ലോത്തിന്റെ സമയത്ത് കുറച്ചും കൂടെ പ്രോസ്പെരിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് വിറ്റു നട്ടു പണിതു. നോർമൽ ലൈഫ്, ആസ് ഇഫ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നോർമലായിട്ട് ഇവർ ജീവിച്ചു.
അപ്പൊ മൂന്നാമതായിട്ട് ഞാൻ പറയാൻ അപകടം എന്താണെന്നറിയാം? The third danger is the focus is lost. Distracted. നിത്യത, കർത്താവിന്റെ വരവ്, മനുഷ്യപുത്രന്റെ പ്രത്യക്ഷത, ഇതൊക്കെ നമ്മുടെ പ്രസംഗത്തിലുണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പൊ കൺവെൻഷന്റെ പ്രസംഗമാണെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ കൺവെൻഷൻ പ്രസംഗത്തിന്റെ അവസാനം കർത്താവിന്റെ വരവിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടി മാത്രം. പക്ഷെ ജീവിതത്തിലൊന്നും ആ വരവിന്റെ സന്ദേശം ഒരു വ്യത്യാസവും കൊണ്ടുവരുന്നില്ല. നിത്യത, that is not changing our life. ടോട്ടലി ഇഹലോകത്തിന്റെ ചിന്തകളിൽ, ഇഹലോകത്തിന്റെ കാര്യങ്ങളിൽ മുഴുകിപ്പോകുന്ന ഒരു പ്രശ്നം. ഡിസ്ട്രാക്ഷൻ എന്ന് ഞാൻ പറയുമ്പോൾ ആ എറ്റേണൽ പെർസ്പെക്റ്റീവ് നഷ്ടപ്പെട്ടിട്ട് പൂർണ്ണമായും ഇഹലോകത്തിന്റെ കാര്യങ്ങളിൽ കുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. നോർമൽ ലൈഫ്, ബിസിനസ്സുകൾ നോർമലായിട്ട് നടക്കുന്നു, കുടുംബങ്ങൾ നോർമലായിട്ട് നടക്കുന്നു, പ്ലാനുകൾ, പദ്ധതികളെല്ലാം നോർമലായിട്ട് ചെയ്യുന്നു. ദൈവം എന്നുള്ള ചിന്തയെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ജീസസ് ഈസ് വാർണിംഗ് ദം അബൌട്ട് നോർമൽ ലൈഫ്. യേശു ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്നില്ല, മറിച്ച് പറയുന്നത് ഈറ്റിംഗ്, വർക്കിംഗ്, ബിൽഡിംഗ്, ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രത്യക്ഷത്തിൽ അതിൽ കുറ്റങ്ങളില്ല. പക്ഷെങ്കിൽ ഇഹലോകത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചിന്തയെങ്കിൽ, ഇത് നമ്മളെ പൂർണ്ണമായി കൺസ്യൂം ചെയ്തെങ്കിൽ, ഇത് നമ്മുടെ ഉള്ളിലുള്ള ആത്മീക ജീവനെ എടുത്തു കളഞ്ഞെങ്കിൽ ഇതൊരു അപകടമാണ്. പെർസിക്യൂഷനേക്കാളും എന്ന് പറഞ്ഞാൽ, പെർസിക്യൂഷൻ വരുമ്പോൾ നമുക്കറിയാം പെർസിക്യൂഷൻ ആണെന്ന്, പക്ഷെ ഇത് നോർമൽ ജീവിതമാണ്. കരിയർ, കംഫർട്ട്, എന്റർടൈൻമെന്റ്, നോർമൽ തിങ്സ്. അതിന്റെ കൂട്ടത്തിൽ സഭയിലും പോകുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ ആത്മീകമായിട്ടുള്ള ചടങ്ങുകളെല്ലാം ഉണ്ട്. ജീവിതം ഒരു റൂട്ടീനായിട്ട് പോകുകയാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ നിത്യതയുടെ ആ ദർശനം മാറി ഇഹലോകത്തിലേക്ക് നമ്മുടെ ചിന്തകൾ അവസാനിക്കാൻ സാധ്യതയുണ്ട്. വിതൗട്ട് പ്രയർ ദി കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ ബിക്കംസ് ഡിസ്റ്റന്റ്. ദൈവപുത്രന്റെ വരവ് ഒരിക്കലും നടക്കാത്തൊരു കാര്യമായി ഭാവിയിലേക്ക് മാറും. പ്രാർത്ഥന ഇല്ലാതെ വരുമ്പോൾ നിത്യത എന്നുള്ളത് നമുക്ക് ഇറലവന്റ് ആയിട്ട് തോന്നും. പക്ഷെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ഈ ആയുസ്സിനെ ഡയറക്റ്റ് ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യും. എറ്റേണിറ്റി ബിക്കംസ് റിയൽ. ഒരു ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയത്തില്ലേ? ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ലോർഡ്, സ്റ്റാമ്പ് എറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്. എൻ്റെ ഐബോളിൽ നിത്യത സ്റ്റാമ്പ് ചെയ്യണം. അതെന്താ അതിന്റെ പ്രയോജനം? അത് കണ്ണിന്റെ കൃഷ്ണമണിയിൽ ഉണ്ടെങ്കിൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ നിത്യതയുടെ വീക്ഷണത്തിൽ ജീവിക്കാൻ കർത്താവെ നിത്യത എൻ്റെ കണ്ണിലൊന്ന് പതിപ്പിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അതില്ലെങ്കിൽ വേൾഡിനെസ്, ഈഹലോകത്തിലേക്ക് നമ്മുടെ ചിന്തകൾ അവസാനിക്കും. മനുഷ്യപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? 3 കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഡിസ്കറേജ്ഡ് ആയി പോകുമോ? നമ്മൾ ഡിസീവ്ഡ് ആയി പോകുമോ? നമ്മൾ ഈഹലോകത്തിന്റെ ചിന്തകളാൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. 3 കാര്യം: ഡിസ്കറേജ്മെന്റ്, ഡിസപ്ഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ. ഒറ്റ പരിഹാരം പ്രാർത്ഥനയാണ്. നമുക്കൊരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കാം. ലൂക്ക് 21:34-36 നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 21:34-35. നിങ്ങളുടെ ഹൃദയ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. അടുത്ത ഭാഗം: ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യത്തിന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. There is high chance that we go discouraged, we become deceived, and we become distracted.
ആൻഡ് ദ സൊല്യൂഷൻ ഈസ് മടുത്തു പോകാതെ സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ സന്ദേശത്തെ അവസാനിപ്പിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മനുഷ്യപുത്രന്റെ വരവിനെ പറ്റി ഒരു ദാഹവും ഒരു ആകാംക്ഷയും ഒരു ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മുടെ കർത്താവ് വരുമെന്നുള്ള ആ പ്രത്യക്ഷതയാവണം നമ്മുടെ ജീവിതത്തിന്റെ ആശ്വാസം. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ, മരണത്തിലേക്ക് താൻ പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നത്, ശിഷ്യന്മാരെല്ലാം ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുക. അപ്പം അവരോട് പറയുന്നത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ശിഷ്യന്റെ കംഫർട്ട് എന്തുവാ? യേശു വന്ന് എന്നെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. പൗലോസും ഇതേ കാര്യം തന്നെ കർത്താവിന്റെ വരവിനെ പറ്റി പറഞ്ഞിട്ട്, ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കും. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയും, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പി. ഇഹലോകത്തിലെ ഒന്നിലുമല്ല നമ്മുടെ ആശ്വാസം, ഇവിടത്തെ ആരിലും അല്ല നമ്മുടെ ആശ്വാസം. നമ്മുടെ ആശ്വാസം ക്രിസ്തുവുമായിട്ടുള്ള നിത്യതയായിരിക്കട്ടെ. രണ്ടാമതായിട്ട്, കർത്താവിന്റെ വരവിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഇവാഞ്ചലിസത്തിന് വേണ്ടിയുള്ള ഒരു പാഷൻ കർത്താവ് ഇടട്ടെ. നമ്മൾ വായിച്ച വാക്യമാണ്. പലരും പരിഹസിക്കുക, കർത്താവ് ഇതുവരെ വന്നില്ലല്ലോ. പരിഹാസികൾ പരിഹാസത്തോട് ചോദിക്കുക, എന്തിയെ വാഗ്ദത്തം? അവിടെ പത്രോസ് പറയാണ്, ചിലരൂടെ മാനസാന്തരപ്പെടട്ടെ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ദീർഘക്ഷമ കാണിക്കുക. കർത്താവിന്റെ വരവ് നമ്മൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രസീവായി പാഷനേറ്റ് ആയിട്ട് ഇവാഞ്ചലിസം ചെയ്യാൻ തയ്യാറാണ്. സത്യമല്ലേ? കർത്താവ് വരുമെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ അയലോക്കത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവര് കർത്താവിനെ വിശ്വസിക്കാത്തവരെല്ലാം നശിക്കുമെന്ന് ഈ പറഞ്ഞ പോലെ ന്യായവിധി വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മഭാരം കർത്താവ് ഈ സന്ദേശത്താൽ ഇടട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ, യെസ്, the Lord is coming soon. If the Lord is coming soon, that has to be my comfort. If the Lord is coming soon, എൻ്റെ ഉള്ളിൽ മറ്റൊരാളോട് യേശുവിനെ പറ്റി പറയാനുള്ള ഒരു ആത്മപ്രേരണ, ഒരു ആത്മഭാരം കർത്താവിടെ. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ വരവിനെ പറ്റി ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന ദർശനങ്ങൾക്കൊടുവിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. കണ്ടു പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അടുത്ത വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. യേശു വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ എത്രയധികം വിശുദ്ധ ജീവിതം നമ്മൾ കഴിക്കണം. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. Our Lord is coming soon. എത്ര ഭയത്തോടെ, എത്ര ഭക്തിയോടെ, എത്ര സൂക്ഷ്മമായി വിശുദ്ധ ജീവിതം കഴിപ്പാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുക, ഒരു ബൈബിൾ കോളേജാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ കയറിയപ്പോൾ അവരെന്നെ ആ കോളേജിന്റെ സ്റ്റുഡന്റ് ഡീനായിട്ടാക്കി. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് അവിടുത്തെ ക്ലാസ് അവസാനിച്ചു. ഞാൻ ആ പിള്ളേരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, ക്യാമ്പസിന്റെ അകത്ത് ആരും ഒന്ന് താമസമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ അതിനോട് പുറത്ത് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പൊ പിള്ളേർ അവിടെ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ, ഇവിടെ ആരുമില്ലാത്ത വൈകിട്ട് നിങ്ങൾ പുറത്തു പോകാറുണ്ടോ? ഗേറ്റൊക്കെ തുറന്നു കിടക്കുകയാണ്, പുറത്തു പോകാൻ തോന്നാറുണ്ടോ? അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനോട് പറഞ്ഞു, സാറേ, ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് ചിന്ത വരികയാണ്, ടോം സാർ ഇപ്പൊ വരും, ടോം സാറിന്റെ വണ്ടിയാണോ ഇതിലെ പോയെന്ന് ഒരു ചിന്ത. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് കയറിച്ചില്ല. അപ്പത്തേന് ഇവര് മിടുക്കന്മാർ ആരെങ്കിലും വിസിലടിക്കും. അങ്ങനെ അവരെല്ലാം
അകത്ത് തന്നെ ഇരിക്കും. അപ്പൊ അവരുടെ ഉള്ളിൽ ചിന്തയുണ്ട്, എപ്പോ വേണേലും സാറ് വരാം, കാരണം സാറ് തൊട്ടടുത്ത. ഞാനിത് ഈ വചനങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവരെന്നോട് ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, നമ്മൾ ഈ പറയുന്നത് കേവലം പ്രസംഗത്തിന് ഒരു ആവേശത്തിന് വേണ്ടി മാത്രമായി തീർന്നില്ലയോ? സത്യത്തിൽ കർത്താവ് ഇന്ന് വരുമെന്നുള്ള ചിന്ത നമ്മളെ ഭരിച്ചാൽ, യോ, നമ്മൾ എത്ര കെയർഫുൾ ആയിട്ട് ജീവിക്കേണ്ടി വരും. എത്ര എത്ര ഗൗരവത്തിൽ നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം തന്നെ ജീവിക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം വെറുതെ പറയുന്ന പോലെ പ്രസംഗികൾക്ക് ഒരു വിഷയമായിട്ടും ഏ, പാട്ടും ജസ്റ്റ് അങ്ങനെ ഒരു കാഷ്വൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ ലോത്തിന്റെ കാലം പോലെ നോർമൽ ലൈഫ്. ഇന്ന് രാവിലെ നമ്മൾ കഴിക്കും, ഇന്ന് രാവിലെ നമ്മൾ കുടിക്കും, ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇന്നും ചെയ്യും, റൂട്ടീൻ ആയിട്ടുള്ള പ്രാർത്ഥനകൾ നടക്കും, കിടന്നുറങ്ങി, നെക്സ്റ്റ് ഡേ. അതിന്റെ അപ്പുറത്ത് ഈ സന്ദേശം നമ്മുടെ ഉള്ളിൽ ഒരു തീക്ഷ്ണത. പ്രാർത്ഥിക്കാത്ത വിശ്വാസി തണുത്തു പോകും, മടുത്തു പോകും. പ്രാർത്ഥിക്കാത്ത സഭ ഡിസ്ട്രാക്ട് ആയി പോകും. പ്രാർത്ഥിക്കാത്ത വിശ്വാസി ഇഹലോകത്തിലേക്ക് ഡിസ്ട്രാക്ട് ആയി പോകും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ മടുപ്പിൽ നിന്ന്, ആത്മീകമായ ക്ഷീണത്തിൽ നിന്ന് എന്നെ കാക്കണമേ. വേദനകളുണ്ട്, കഷ്ടതകളുണ്ട്. ഇത് പറയുമ്പോൾ നമുക്കറിയാം വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എങ്കിൽ അതിൽ മടുത്തു പോകാതിരിപ്പാൻ കർത്താവെ എന്നെ നിർത്തണമേ എന്ന് പറയും. ഒരു പാട്ടിങ്ങനെ ഇല്ലേ, നാഥാ വരുവാൻ താമസമെങ്കിൽ വീഴാതെ എന്നെ നിർത്തണം, വീഴാതെ എന്നെ നിർത്തണമേ. വീഴാൻ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, പക്ഷെ വീഴാതെ എന്നെ നിർത്തണമേ. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. അതാണ് നമ്മുടെ പാട്ട്. പാരിൽ കഷ്ടതകൾ ഏറുന്നു ദിനംതോറും, കാന്താ വേഗം നീ വന്നിട. നമ്മുടെ ഹൃദയത്തിന്റെ തേങ്ങൽ, വാഞ്ച അതാകട്ടെ, ഹെൽപ്പ് അസ് ടു ലീവ് അവർ ലൈഫ്സ് ഇൻ വ്യൂ ഓഫ് എറ്റേണിറ്റി. കർത്താവ് നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളുടെ കർത്താവ് അനുവദിച്ചിരിക്കുന്ന സമയം പാഴാക്കാതെ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, ഡിസ്ട്രാക്റ്റഡ് ആയി പോകാതെ, ഇഹലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാതെ, ഡിസീവ്ഡ് ആയി പോകാതെ, വ്യാജത്തിന്റെ പുറകെ പോകാതെ, പ്രാർത്ഥനയിൽ പോരാടി കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ഒരു കൂട്ടമാക്കി ഞങ്ങളെ തീർക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ഈ ആയുസ് ജീവിക്കാം. ഈ ദിവസം കർത്താവ് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ ധാരാളം അനുഗ്രഹിക്കട്ടെ.